ഡോക്ടർ മോഹൻ വർഗീസ്, പാകിസ്ഥാനിലൂടെ കടക്കാതെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, അർമേനിയ, അസർബൈജാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, റഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് ചരക്ക് നീക്കം നടത്താനുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന കവാടമാണല്ലോ ഈ ചബഹാർ. അവിടെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക വലിയൊരു ആക്രമണം നടത്തിയത്. ചബഹാറിലെങ്ങും സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക ഈ ചബഹാറിനെ ഉന്നം വയ്ക്കുന്നത് ഇന്ത്യക്ക് ആശങ്കയാണോ? ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ചബഹാറിനെ ഇപ്പോൾ അമേരിക്ക ഉന്നം വിട്ടത്? ചബഹാർ തുറമുഖം ഒരിക്കൽ കൂടി ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഇറാൻ്റെ തെക്ക് കിഴക്കൻ മേഖലയിലെ ഒരു പ്രധാന തുറമുഖം, അത് ആഴ തുറമുഖമാണ്. നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ പോലെ ആഴക്കടലാണ്, സ്വാഭാവിക തുറമുഖമാണ്, ഏറെക്കാലം അവഗണിക്കപ്പെട്ടിരുന്ന ഒരു തുറമുഖമാണ്. അത് ഇന്ത്യയുടെ സഹായത്തോടു കൂടി അത് 2002 ഒരു കരാർ, അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ആ ഒരു കരാറിലൂടെ ഇന്ത്യ വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകി വികസിപ്പിച്ചെടുത്ത ഒരു തുറമുഖമാണ്. 2002 മുതൽ തന്നെ അതിൻ്റെ പണികൾ തുടങ്ങി. ഇന്ത്യയുടേതായ ഒരു ടെർമിനൽ അവിടെ വരികയാണ്. ആ തുറമുഖത്തിൻ്റെ ഒരു ഭാഗം ഇന്ത്യക്ക് നിയന്ത്രിക്കാവുന്ന, ഇന്ത്യൻ കമ്പനികൾക്ക് നിയന്ത്രിക്കാവുന്ന രീതിയിൽ വരികയാണ്. അവിടെ ഒരിക്കലും അമേരിക്ക ആക്രമണം നടത്തില്ല എന്നതായിരുന്നു ഒരു ധാരണ പൊതുവെ. കാരണം ഇന്ത്യക്ക് താല്പര്യമുള്ള ഇറാൻ്റെ പ്രധാനപ്പെട്ട മേഖല ചബഹാർ ആയതുകൊണ്ട് അവിടെ സ്വാഭാവികമായി ഇന്ത്യയെ കൂടി വെറുപ്പിക്കുന്ന ഒരു തീരുമാനം അമേരിക്ക എടുക്കില്ല എന്നതായിരുന്നു പൊതുധാരണ. ഈ യുദ്ധമൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ഹോർമൂസിൽ നിന്നും ഏറെ കിഴക്ക് മാറിക്കിടക്കുന്ന, അല്ലെങ്കിൽ ഒമാൻ ഉൾക്കടലിൻ്റെ ഇങ്ങേ അറ്റത്ത്, കിഴക്കേ അറ്റത്ത് മാറിക്കിടക്കുന്ന ഇറാൻ തുറമുഖം, അത് പാകിസ്ഥാനോട് അടുത്ത് കിടക്കുന്ന തുറമുഖമാണ്. പാകിസ്ഥാൻ്റെ തീരപ്രദേശത്തുള്ള തെക്ക് പടിഞ്ഞാറുള്ള തുറമുഖമാണല്ലോ അവിടെ ചൈന വികസിപ്പിച്ചെടുക്കുന്ന ഗ്വാദർ തുറമുഖം. ആ ഗ്വാദർ തുറമുഖത്തിൽ നിന്ന് കേവലം 213 മൈൽസ് മാത്രം അകലമേ ഉള്ളൂ ഈ പറയുന്ന ചബഹാർ തുറമുഖത്തിന്. അതുകൊണ്ട് തന്ത്രപ്രധാനമായ ഒരു സ്ഥാനമാണ്. ഇന്ത്യ എന്തുകൊണ്ട് ആ തുറമുഖം വികസിപ്പിക്കാൻ വളരെ ശ്രദ്ധ ചെലുത്തി എന്ന് ചോദിച്ചാൽ അതൊരു 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, സെൻട്രൽ ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് നേരിട്ട് ഇന്ത്യക്ക് എത്താനാവില്ല. കരമാർഗം പോകണമെങ്കിലുള്ള ഏറ്റവും എളുപ്പ വഴി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വഴി തജിക്കിസ്ഥാനിലേക്കും, തുർക്ക്മെനിസ്ഥാനിലേക്കും, കിർഗിസ്ഥാനിലേക്കും, കസാഖിസ്ഥാനിലേക്കും, ഉസ്ബെക്കിസ്ഥാനിലേക്കും ഒക്കെ പോകാൻ കഴിയും. ഈ രാജ്യങ്ങളൊക്കെ എണ്ണസമ്പന്നം മാത്രമല്ല, പ്രകൃതി വാതക സമ്പന്നമായ രാജ്യങ്ങളാണ്. ഇന്ത്യയുമായി സോവിയറ്റ് കാലഘട്ടം മുതൽ തന്നെ അടുപ്പം പുലർത്തിയ രാജ്യങ്ങളാണ്. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന 15 ഘടക റിപ്പബ്ലിക്കുകളിൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ എന്നറിയപ്പെടുന്ന 5 രാജ്യങ്ങളാണ്. കസാഖിസ്ഥാൻ, അത് വലിയ രാജ്യമാണ്, വലിയ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ്. ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഇങ്ങനെ 5 രാജ്യങ്ങൾ. ഇതിനെയാണ് സെൻട്രൽ ഏഷ്യൻ റീജിയൻ എന്ന് പൊതുവെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ, ലോകം അധികം പരിഗണിക്കുന്നൊരു മേഖലയല്ല. ഈ രാജ്യങ്ങളൊന്നും തന്നെ വലിയ ലോകശ്രദ്ധയിൽ പെട്ടെന്ന് വരുന്ന രാജ്യങ്ങളല്ല. ഇതെല്ലാം തന്നെ ലാൻഡ് ലോക്ക്ഡാണ്, നേരിട്ട് കടലില്ല. അവർക്ക് കടലിലേക്ക് എത്തണമെങ്കിൽ ഒന്നുകിൽ ഇറാൻ വഴി, അല്ലെങ്കിൽ പാകിസ്ഥാൻ വഴി, അല്ലെങ്കിൽ ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ, ഇന്ത്യയിലെ നേരിട്ട് അതിർത്തിയില്ലല്ലോ. ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യയുമായി നേരിട്ട് അതിർത്തിയില്ല. അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ അവിടെ നിന്നും റഷ്യയുടെ ഭാഗങ്ങളിലേക്ക് പോകാം, അതുവഴി യൂറോപ്പിലേക്ക് പോകാം. അപ്പോൾ മോസ്കോ വരെ എത്തണമെങ്കിൽ, ലാൻഡ് റൂട്ടിൽ മോസ്കോ വരെ എത്തണമെങ്കിൽ, ലെനിൻഗ്രാഡ് വരെ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ റഷ്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ എത്തണമെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം കടന്നു പോകണം. അപ്പോൾ ഇത് വെറും ഉട്ടോപ്യൻ ഐഡിയ ആണെന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷേ മറ്റൊരു മാർഗം ഇന്ത്യ കണ്ടെത്തി. അതാണ് ഇറാൻ്റെ തെക്കുള്ള ചബഹാർ തുറമുഖത്ത് ഇന്ത്യക്കൊരു നിർണായക സാന്നിധ്യമുണ്ട് എങ്കിൽ ചബഹാർ തുറമുഖത്തിൽ നിന്നും നേരെ വടക്കോട്ട് നീളുന്ന ഒരു റോഡ് നെറ്റ്വർക്ക് ആൻഡ് റെയിൽ നെറ്റ്വർക്ക്, അത് ഇറാനിൽ നിന്നും സമീപ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പ്രവേശിച്ച്, തുർക്ക്മെനിസ്ഥാനിലേക്ക് പ്രവേശിച്ച്, അവിടെ നിന്നും നേരെ വടക്കോട്ട് പോയി, അല്ലെങ്കിൽ കാസ്പിയൻ കടലിൽ എത്തി. കാസ്പിയൻ കടലിൽ നിന്നും കടൽ വഴി, കടൽ കടന്ന് പഴയ റഷ്യയുടെ തീരപ്രദേശങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിക്കാവുന്ന റെയിൽ ആൻഡ് റോഡ് ആൻഡ് ഷിപ്മെൻറ്റ് നെറ്റ്വർക്ക്, ഇത് ഇന്ത്യയുടെ നോർത്ത് സൗത്ത് കോറിഡോർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയുടെ ബ്രെയിൻ ചൈൽഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം.
അതെല്ലാ രാജ്യങ്ങൾക്കും പ്രാധാന്യമുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനും പടിഞ്ഞാറ് കിടക്കുന്ന രാജ്യമാണല്ലോ. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ പുതിയ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ സമരസപ്പെട്ടു പോവുകയാണ്. അപ്പോൾ പാകിസ്ഥാന് രണ്ടു ഭാഗത്ത് നിന്ന്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഞെരുക്കാൻ കഴിയുന്ന രീതിയിൽ തന്ത്രപ്രധാനമായ ഇടപെടലുകൾ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്ക് ഉണ്ടാകണമെങ്കിൽ അതിന് നേരിട്ട് അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ഒറിജിനൽ ഭൂപടം നോക്കിയാൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അയൽ രാജ്യമാണെന്ന് തോന്നാം. അത് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ മേഖല, ജിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖല, ആ മേഖലയൊക്കെ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ കയ്യിലായതുകൊണ്ട് ആ പ്രദേശം ഡിഫാക്റ്റോ, അതുകൊണ്ട് നേരിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് പാത ഒരുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇറാനിയൻ തുറമുഖമായ ചബഹാർ വളരെ നിർണായകമാണ്. അപ്പോൾ അവിടുന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാം, തെന്നലേഷ്യയിലേക്കും പോകാം, വേണ്ടി വന്നാൽ റഷ്യയിലേക്കും പോകാം. അവിടെ ഇന്ത്യ ഒരു പ്രത്യേക ഭാഗം അടയാളപ്പെടുത്തി ബിഹസ്തി എന്ന് പറയുന്ന ഒരു മേഖല, അതാ പോർട്ടിൻ്റെ ഒരു ഭാഗമാണ്. ബിഹസ്തി ഇന്ത്യയുടെ വൻതോതിലുള്ള നിക്ഷേപം ആകർഷിച്ചു. ഏതാണ്ട് $120 മില്യൺ ആണ് ഇന്ത്യ അതിനുവേണ്ടി, അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി, തുറമുഖ വികസനത്തിന് വേണ്ടി നൽകിയതെന്നുള്ളതല്ല, ചിലവഴിച്ചത്. അതിന് നിയന്ത്രണാവകാശവും ഇന്ത്യക്കാണ്. ആ പ്രദേശത്തെ അമേരിക്ക ബോംബിട്ടിരിക്കുന്നു. ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് കരുതിയത്. അതുകൊണ്ട് ആ പ്രദേശം യുദ്ധകലുഷിതമായിരുന്നില്ല. ഇറാൻ്റെ തെക്ക് കിഴക്കേ മൂലയാണ്. അത്ര വലിയ, ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്ര തന്ത്രപ്രധാനമൊന്നുമല്ലത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതാണ്. ഇറാനും നല്ലതാണ്, കാരണം അവിടെ ഇന്ത്യയുമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായും മറ്റൊരു തുറമുഖം എന്ന നിലയിൽ ഇറാൻ്റെ കണക്ടിവിറ്റിക്കും നന്നാണ്. പക്ഷേ അത് ജീവനാടി എന്ന് മാത്രം പറയാനാവില്ല എന്ന് മാത്രം. അവിടെ ആക്രമണം എന്ന് പറയുമ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ പ്രതിഷേധിക്കും എന്നറിയായികയല്ല. പക്ഷേ ഇന്ത്യയുടെ പ്രതിഷേധം വളരെ മ്യൂട്ടഡായിരുന്നു. കാരണം ഇന്ത്യ അതിന് മുൻപ് തന്നെ അവരുടെ സ്റ്റേക്ക് കുറേയൊക്കെ കുറച്ചുകൊണ്ട് വന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു നയ പൈസ പോലും ചബഹാർ തുറമുഖത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ലായിരുന്നു. അതെന്താണ് അർത്ഥം? 2020 ഉപരോധം ഉണ്ടായപ്പോൾ, ചബഹാറിനെ ഉപരോധത്തിൽ നിന്ന്, അമേരിക്കൻ ഉപരോധം ഇറാന് നേരെ ഉണ്ടായപ്പോൾ, ചബഹാർ തുറമുഖത്തെ ഒരു പ്രത്യേക ധാരണയുടെ അടിസ്ഥാനത്തിൽ, ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഒരു പ്രത്യേക ധാരണയുടെ അടിസ്ഥാനത്തിൽ, താൽക്കാലിക ധാരണയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപരോധത്തിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. അത് 2025 സെപ്റ്റംബറിലാണ്. പക്ഷേ 2026 മാർച്ച് ആയപ്പോൾ പൂർണ്ണ രീതിയിൽ ആ ഒരു വെയ്വർ, ഉപരോധം ഒഴിവാക്കുന്ന അമേരിക്കൻ നടപടി പിൻവലിച്ച് മറ്റെല്ലാ ഇറാനിയൻ തുറമുഖങ്ങൾക്കും എതിരെയുള്ള ഉപരോധം ചബഹാറിനും ബാധകമായി മാറി. അപ്പോൾ പിന്നെ നമ്മുടെ $120 മില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് കടലിൽ പോകാനും ആവിയായി പോകാനും ആവില്ലല്ലോ. അതുകൊണ്ട് അവിടുത്തെ ഒരു ലോക്കൽ ഓപ്പറേറ്റർക്ക് ഈ സ്റ്റേക്ക് കൈമാറിയതിന് ശേഷം ഇന്ത്യ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഏത് സമയത്തും അവിടെ തിരിച്ചെത്താനും തെന്നലേഷ്യയിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമായി ഉപയോഗിക്കാനും കഴിയും. ആ ഒരു പ്രദേശമാണ് ഇപ്പോൾ ആക്രമണ വിധേയമായത് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് അവിടെ മാറുകയാണ്, അവിടെ ബാധകമാക്കുന്നത്. മാത്രമല്ല, ചബഹാർ എന്തുകൊണ്ട് ഇന്ത്യ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാൻ മാത്രമല്ല, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ. അതെത്തി നിൽക്കുന്നത് പാകിസ്ഥാൻ്റെ വടക്കൻ പ്രദേശത്തുകൂടി, കാശ്മീർ ഭാഗത്തോട് വന്ന് അത് ബലൂചിസ്ഥാനിൽ, തെക്കൻ പ്രദേശമായ ബലൂചിസ്ഥാനിലെത്തി, പാകിസ്ഥാന് തെക്കുള്ള ബലൂചിസ്ഥാനിലെത്തി. ബലൂചിസ്ഥാൻ്റെ തെക്കൻ പ്രദേശത്താണ് ഗ്വാദർ തുറമുഖം. ആ ഗ്വാദർ തുറമുഖം ചൈന വികസിപ്പിക്കുമ്പോൾ ചൈനയുടെ വലിയ കഴുകൻ കണ്ണുകൾ അവിടെ ഉണ്ടാകും. ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ ചൈനീസ് നാവിക താവളങ്ങൾ അവിടെ വന്നാൽ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ, അതിനെ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇന്ത്യയുടെ നാവിക ശക്തിയും ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്ത് തന്നെ, തൊട്ട് പടിഞ്ഞാറ് മാറി ഗ്വാദർ തുറമുഖത്തിന് ചൈന നിയന്ത്രിക്കുന്ന, പാകിസ്ഥാൻ്റെ തെക്കുള്ള ഗ്വാദർ തുറമുഖത്തിന് പടിഞ്ഞാറ് മാറി ഇറാൻ്റെ തെക്ക് കിഴക്കായി ഇറാൻ്റെ സിസ്റ്റേൺ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ, അതും ബലൂച്ചുകളാണ് ഇവിടെ താമസിക്കുന്നത്, സിസ്റ്റേൺ ബലൂചിസ്ഥാൻ എന്നാണ് പറയുക, ഇറാൻ്റെ തെക്ക് കിഴക്കൻ പ്രവിശ്യ, അവിടെയുള്ള തുറമുഖം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഇടമാണ്. അതുകൊണ്ട് ഈ സ്ട്രിങ് ഓഫ് പേൾസ് പോളിസി എന്നതാണല്ലോ ചൈന പറയുന്ന പോളിസി. അതായത് ഇന്ത്യയെ ഈ പളുങ്ക് മാല പോലെ തുറമുഖങ്ങൾ ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുടെ, അതായത് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖം, ശ്രീലങ്കയിലെ ഹമ്പൻ തോറ്റ തുറമുഖം, പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം, മാലദ്വീപിലെ തുറമുഖങ്ങൾ എന്നിവയെല്ലാം വലിയ തോതിൽ പണം കൊടുത്തുകൊണ്ട്, ചൈനീസ് യുവാൻ അല്ലെങ്കിൽ
പണം പമ്പ് ചെയ്തുകൊണ്ട് വികസിപ്പിച്ചെടുക്കുകയും അങ്ങനെ ഈ രാജ്യങ്ങളെ കടക്കെണിയിൽപ്പെടുത്തി ഡെറ്റ് ട്രാപ്പ് ഡിപ്ലോമസി എന്ന് പറയാം, കടക്കെണി നയതന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം, അവരെ വലിയ രീതിയിൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാക്കി. കൊടുത്തു തീർത്താൽ എങ്ങും തീരില്ലല്ലോ ഇത്രയും വലിയ തുക. അതുകൊണ്ട് ചൈന പറയുന്നത് അനുസരിക്കാൻ ഈ രാജ്യങ്ങൾ നിർബന്ധരാകും എന്ന അവസ്ഥ നിൽക്കുമ്പോൾ ആ പ്രദേശത്ത് ഇന്ത്യക്ക് നാവിക സാന്നിധ്യം ഉണ്ടാകണം, സൈനിക സാന്നിധ്യം ഉണ്ടാകണം. അതിനു വേണ്ടി കൂടി ഉപയോഗിക്കുന്ന ഒരു തുറമുഖമാണ് ചബഹാർ എന്നുകൂടി ഓർക്കണം. അത് അമേരിക്കയുടെ താല്പര്യവും അതിനകത്തുണ്ട്. ചൈനയെ ബാലൻസ് ചെയ്യണമെങ്കിൽ സൗത്ത് മേഖലയിൽ അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രങ്ങളിൽ, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ചൈനയുടെ തേർവാഴ്ച ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നാവിക സഹകരണം ഉണ്ടാവണം. അതിൻ്റെ ഒരു ഹബ്ബ് കൂടിയാണ് ചബഹാർ എന്ന് ഓർക്കുമ്പോൾ അവിടെ ഉപരോധം എന്ന് പറയുന്നത് അമേരിക്ക തീക്കൊള്ളി കൊണ്ട് തലചുറയുന്ന രീതിയിലാണ് ആ ചബഹാറിനെ ആക്രമിച്ചത് എന്നുകൂടി പറയണം. നല്ലൊരു സുഹൃത്തായ ഇന്ത്യയുടെ താല്പര്യങ്ങളെ കൂടി ഇപ്പം ശത്രുവായ ഇറാനെ പ്രഹരിക്കുന്ന കൂട്ടത്തിൽ സുഹൃത്തായ അല്ലെങ്കിൽ ശത്രുത ഇല്ലാത്ത ഇന്ത്യയുടെ താല്പര്യങ്ങളെ പോലും ബലികഴിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ്.